ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തില് ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ഷോയില് ബിസ്മി പാലാട്ടി. നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു സന്ദേശം ഈസ്റ്ററിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈസ്റ്റർ എപ്പോഴും നമുക്കറിയാം, ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. ദുഃഖ ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മൾ ഈസ്റ്റർ വിജിലിനോടുകൂടി ഈസ്റ്ററിന്റെ സന്തോഷങ്ങൾ നമ്മൾ പങ്കിടാനായിട്ട് തുടങ്ങുന്നത്. സാധാരണ ഈ ഒരു സമയത്താണ് ക്രിസ്ത്യാനികളാണെങ്കിൽ, നിങ്ങൾ കാത്തലിക് മതവിഭാഗത്തിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ആം, ശക്തമായ ഒരു ഒരു പ്രതിനിധാനം, അല്ലെങ്കിൽ ഒരു 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 ചടങ്ങോട് കൂടിയിട്ടാണ് ഈസ്റ്റർ വിജിൽ സാധാരണ ആരംഭിക്കാറ്. നമ്മളെല്ലാവരും തന്നെ ഏകദേശം വൈകുന്നേരം ത്തോടുകൂടെ പള്ളിയുടെ പുറത്ത് ഏറ്റവും ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു. അവിടെ ആ ഇരുട്ടിന്റെ, ആ ഒരു അന്ധകാരത്തിന്റെ, തിന്മയുടെ, അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവനും പകർന്നു കിടക്കുന്ന തിന്മയുടെ ആ, ശക്തിക്ക് എതിരെ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആ ഒരു അന്ധകാരത്തെ മാറ്റുന്ന ഏറ്റവും മനോഹരമായ ആ ഒരു വെളിച്ചത്തിന്റെ രൂപത്തിൽ വരുന്ന ഈശോയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മൾ തിരികൾ കത്തിച്ച് ആ തിരികളോട് കൂടിയിട്ടാണ് പള്ളിക്കകത്തോട്ട് കടക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യുക. നമ്മളൊരു ലാറ്റിൻ വിഭാഗത്തിലാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ദിവസമാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ജ്ഞാനസ്നാനം നൽകുന്ന ഒരു പ്രത്യേക ചടങ്ങ് നടക്കുന്നത്. കാരണം ഈ ഒരു ദിവസം ഈശോ ലോകം മുഴുവനും വേണ്ടി കുരിശില് ത്യാഗം ചെയ്തതിന്റെ സ്മരണയ്ക്ക് ശേഷം ഈശോ ഏറ്റവും മഹോന്നതനായി ഉയർത്തെഴുന്നേൽക്കുന്ന ഈ ഒരു ഈസ്റ്റർ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസമാണ് ലാറ്റിൻ വിഭാഗത്തിലുള്ള ആളുകളില് മുതിർന്ന ആളുകളാണെങ്കിൽ അവർക്ക് RCIA എന്ന ഒരു പ്രോഗ്രാം വഴി, റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനീസിയേഷൻ ഫോർ അഡൾട്ട്സ്, ആ ഒരു പ്രോഗ്രാം വഴി അവരെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുന്നതും അവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നതും ഒപ്പം വിശുദ്ധ കുർബാന നൽകുന്നതും സ്ഥൈര്യലേപനം നൽകുന്നതും 3 കുദാശകളാണ് ഈ ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ടിയിട്ട് സാധാരണ നൽകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു 3 കുദാശകളുടെ ആ ഒരു അർത്ഥത്തിന്റെ പിറകിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് 3 സന്ദേശങ്ങൾ, എന്താണ് ഈ ഒരു ഈസ്റ്റർ ദിവസത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് എടുക്കുന്ന 3 സന്ദേശങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, പല വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട മുതിർന്ന നേതാക്കളും മുതിർന്ന പാസ്റ്റർമാരും അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഒത്തിരിയേറെ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഓൺലൈൻ മീഡിയയാണ് നമുക്കുള്ളത്. എങ്കിലും സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ ഒരു നേതാവായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ ഈസ്റ്റർ എനിക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഇത് ഒരു സ്നേഹത്തിന്റെ ഒരു കഥയാണ്. സ്നേഹത്തിന്റെ, ഏറ്റവും നിർമ്മലമായ സ്നേഹത്തിന്റെ ഒരു കഥ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എല്ലാവർക്കും നമ്മൾ സിനിമകൾ കാണുക ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യമാണ്. അതൊരു റൊമാൻറ്റിക് സെഷൻ ആണെന്നുണ്ടെങ്കിൽ, റൊമാൻറ്റിക് മൂവി ആണെങ്കിൽ, നമ്മൾ ഒത്തിരി പഴയ കാലം തൊട്ടേ ഉള്ള ഒരു സിനിമയാണെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഒത്തിരി കണക്ട് ചെയ്യും. കാരണം നമ്മൾ ജീവിക്കുന്ന അവസ്ഥകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന നായകനും നായികയുമാണ്. അല്ലെങ്കിൽ ആ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, അത് നമ്മുടെ ജീവിതം എത്ര കാലം കഴിഞ്ഞു പോയാലും, നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ പല ഭാഗത്തു നിന്നും വാർദ്ധക്യത്തിലോട്ട് എത്തിയാലും ആ ഒരു മനസ്സിന്റെ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ശക്തമായ രീതിയിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേണ്ടി നമ്മെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം കുരിശിന്മേൽ അർപ്പിച്ചുകൊണ്ട് ആ ഒരു ജീവിതത്തിലൂടെ വിജയം നേടിയ ഈശോയുടെ ഏറ്റവും മനോഹരമായ
ഏറ്റവും പകരം വെക്കാൻ പറ്റാത്ത ഏറ്റവും മനോഹരമായ ഒരു സ്നേഹത്തിന്റെ കഥയാണ് ഈസ്റ്റർ. നമുക്കറിയാം ഗുഡ് ഫ്രൈഡേ എന്നുള്ളത് തന്നെ നമ്മുടെ എല്ലാം നേതാവായ അല്ലെങ്കിൽ ലോകത്തിന് നല്ല സന്ദേശം കൊടുക്കാനായിട്ട് വന്ന വലിയൊരു നേതാവിനെ കുരിശിലേറ്റിക്കൊന്ന ഒരു ഒരു ദിനത്തിനെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ആ ഒരു ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മരണം കാരണം ലോകം മുഴുവൻ രക്ഷപ്പെടുന്നു, രക്ഷ നേടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഒരു ഗുഡ് ഫ്രൈഡേക്ക് ശേഷം 3-ാം നാളാണ് ഈശോ ഉത്ഥാനം ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തില്, ലോകത്തിൽ മുഴുവനുമുള്ള ജീവിതത്തിൽ നമുക്കൊരു ചൊല്ലുണ്ട്, ഒരു ദുഃഖവെള്ളി ഇല്ലാതെ ഒരു ഈസ്റ്റർ ഉണ്ടാകത്തില്ല എന്ന്. ഈശോ മരിക്കാതെ ഈശോയ്ക്ക് ഉയർക്കാനായിട്ട് സാധിക്കുകയില്ല. സഹനമില്ലാതെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകാറില്ല. കുന്നുകളുണ്ടെങ്കിൽ അവിടെ മറ്റൊരു താഴ്വരകളുണ്ട്. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. അങ്ങനെ നമുക്കറിയാം ഒരു നഷ്ടത്തിന് ഒരു 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 നല്ല ഭാഗമുണ്ട് എന്ന്. എപ്പോഴും നമുക്ക് ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ ഈസ്റ്ററിനോടനുബന്ധിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു ഈസ്റ്ററിന്റെ സന്ദേശം, ഈസ്റ്റർ എന്ന് നമ്മൾ ഏത് ലോകത്തിലുള്ള എല്ലാ മതവിഭാഗക്കാരും ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും ഈസ്റ്റർ എന്ന ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എപ്പോഴും ഈ ഒരു സ്നേഹത്തിന്റെ സന്ദേശമാണ്. അതെ, സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് എന്തും നൽകാനായിട്ട്, ജീവിതം നൽകാനായിട്ട്, അതിനു വേണ്ടി മാത്രം ജനിച്ച ഈശോ ആ ഒരു 33 വർഷക്കാലം നമ്മോട് കൂടെ ലോകത്തിലായിരിക്കുകയും ലോകത്തിന്റെ എല്ലാ അനീതികൾ കാണുകയും ചെയ്ത് ആ ഒരു അനീതികൾക്ക് അവസാനം വരുത്തുന്നതിന് വേണ്ടി മനുഷ്യരുടെ അന്ധമായ മനസ്സിനെ പ്രകാശമുള്ളതാക്കാൻ വേണ്ടി കല്ലുപോലെയായി തീർന്ന അവരുടെ ഹൃദയങ്ങളെ മാംസളമായ ഒരു ഹൃദയമാക്കി മാറ്റുന്നതിന് വേണ്ടി തൻ്റെ ശരീരവും മനസ്സും ജീവനും ആ ഒരു കുരിശിൽ ബലിയർപ്പിച്ച മഹോന്നതമായ ഒരു സ്നേഹത്തിന്റെ ഒരു സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റികളിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്നേഹത്തിന്റെ സന്ദേശം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കുന്ന സ്നേഹം നിറഞ്ഞ ചില പ്രവർത്തനങ്ങൾ കൂടെയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇന്നലെ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് കൊടുക്കാം എന്നുള്ളത് ഗുഡ് ഫ്രൈഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ വേ ഓഫ് ദ ക്രോസ് എന്ന സ്പോട്ടിഫൈയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ചാനൽ നോക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഒരു 15 മിനിറ്റ് പോഡ്കാസ്റ്റ് ഇന്നലത്തെ റേഡിയോ ഷോ വഴി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ അടുത്ത പോയിന്റിലോട്ടാണ് പോകുന്നത്. എന്തായിരിക്കും രണ്ടാമത്തെ സന്ദേശം, ഈശോ നമുക്ക് നൽകുന്ന ഈസ്റ്ററിന്റെ രണ്ടാമത്തെ സന്ദേശം നമുക്ക് ആ ഒരു തീർച്ചയായിട്ടും ഒരു പുതിയ വഴി തുറക്കുക, നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ വഴിയുടെ തുടക്കമായിരിക്കണം ഈസ്റ്റർ എന്നാണ്. നമ്മളിപ്പോൾ ഒരു സീറോ മലബാർ കാത്തലിക് മതവിഭാഗത്തിലൂടെയാണ് നിങ്ങൾ ഈസ്റ്റർ ആഘോഷങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഈസ്റ്റർ ആഘോഷം ചെയ്യുന്നത് നമ്മുടെ പള്ളിക്കകത്ത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു ട്യൂമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളുടെ രൂപത്തിലുള്ള വലിയ ഒരു എന്താ പറയാ, അവര് ഡെക്കറേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ആയിട്ടുള്ള വളരെ സാഹസികമായ കുറെ പ്രവർത്തനങ്ങൾ ആ ഒരു പള്ളിയുടെ അകത്തുണ്ടാകും. ആ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള വചനം വായിക്കുമ്പോൾ വളരെ രാത്രിയാകുന്നു, ഒപ്പം പെട്ടെന്ന് ഇടി മിന്നുന്നു. എന്നിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, ഈശോയുടെ ആ രൂപം പിറകിൽ നിന്ന് ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിച്ചു വരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ അത് കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഒരു ഈസ്റ്റർ ആണ് നമ്മൾ സീറോ മലബാർ വിഭാഗത്തിലാണ് നിങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുക. അതില് ആ ഒരു പ്രദർശനത്തെ, അല്ലെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ മനസ്സിലുള്ള ഒരു കഥ ആ ഒരു വിഭാഗത്തിൽ അവിടെ പുനർജനിപ്പിക്കുമ്പോൾ അവിടെ നാം എല്ലാവരും നമ്മളുടെ മതവിശ്വാസികളോട് നമ്മുടെ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. ഈശോയുടെ ആ മനോഹരമായ ആ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ വഴിത്തിരിവാണ്. ഈശോ ഇതുവരെ സാധാരണ മനുഷ്യനായി മനുഷ്യരുടെ ഇടയിലൂടെ ജീവിച്ചു
ജീവിച്ചു. പക്ഷെ ഇന്ന് ഒരു കൊടി പിടിച്ചിട്ടാണ് സാധാരണ സിറോ മലബാർ പള്ളികളിലൊക്കെ ഈശോ ഉയർത്തെഴുന്നേറ്റ് വരിക. അതായത് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാജാവായി ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന്റെ ഒരു രൂപമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈശോ അത് ഏറ്റവും അധികം നമ്മളെ കുറെ കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന സാധാരണ രീതിയിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് എല്ലാവർക്കും നീതി നടത്താൻ വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വഴി തുറക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു നേതാവായിട്ടാണ് ഈശോ ആ ഈസ്റ്ററിലൂടെ മറ്റുള്ളവരിലോട്ട് കടന്നു വരുന്നത്. നമുക്കറിയാം, ഈസ്റ്ററിന് ശേഷം ഉണ്ടായ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും തന്നെ പന്തക്കുസ്ത തിരുനാൾ ദിവസം ആ ഒരു വലിയ ആദ്യത്തെ പള്ളി അല്ലെങ്കിൽ ആദ്യത്തെ ചേർച്ച് രൂപപ്പെട്ടതിന് ശേഷം കുറേ കഷ്ടപ്പാടുകളാണ് കഴിഞ്ഞു പോയത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്താണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ആ ഒരു കഷ്ടപ്പാട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോൾ ദി ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഒരു മൂവി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ തിയേറ്ററുകളിലും ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലും ഒക്കെ ഉള്ളതാണ്. അത് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നീറോയുടെ ഭരണകാലത്ത് എങ്ങനെയാണ് ക്രൈസ്തവ മതവിശ്വാസികള് ടോർച്ചുകളായിട്ട് തെരുവുകളിൽ കത്തിത്തീർന്നത്, എങ്ങനെയാണ് ബാലന്മാരും കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാം ആ പട്ടാളക്കാരുടെ വാളിന് ഇരയായത് എന്നുള്ളതെല്ലാം നമുക്ക് ആ ഒരു സിനിമയിൽ വളരെയധികം തീവ്രമായ രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ വഴി ജനിക്കുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു മാർഗമല്ല. അതില് ഒരു സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുമ്പോൾ നമ്മെ തകർക്കാനും നമുക്കെതിരെ വാളെടുക്കാനും നിരവധി പേരുണ്ടായിരിക്കും. പക്ഷെ അവിടെയെല്ലാം സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒപ്പം സ്നേഹത്തിന്റെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴാണ് സാവധാനം ആ ഒരു ദയാവായ്പും കണ്ട് മറ്റുള്ളവരും നമ്മുടെ മേഖലയിലോട്ട്, നമ്മുടെ വിശ്വാസ തലങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു പുതിയ സന്ദേശമാണ് ഈശോ ഈ ഒരു ഈസ്റ്റർ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക. ഞാൻ നൽകിയ മാതൃക നിങ്ങളും മാതൃകയായി എടുക്കുക. നമുക്കറിയാം, ദുഃഖവെള്ളിക്ക് മുമ്പ് ഈശോ നൽകിയ മാതൃക തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, ഞാൻ നിങ്ങളുടെ അധ്യാപകനായ, നിങ്ങളുടെ ഗുരുവായ ഞാൻ നിങ്ങളുടെ കാലങ്ങൾ കഴുകുന്നു, സ്നേഹത്തിന്റെ ആ വലിയ പ്രതീകം മാതൃക നിങ്ങൾക്ക് നൽകുന്നു, ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക എന്ന ആ ഒരു സ്നേഹത്തിന്റെ അതീവമായ ഉദാത്തമായ ഒരു മാതൃകയാണ് ഈശോ പെസഹ വ്യാഴാഴ്ച നമുക്ക് ശിഷ്യന്മാർക്കും നൽകിയത്. അങ്ങനെയുള്ള ഒരു സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ മാർഗം, ആ ഒരു പുതിയ വഴി ആണ് നമ്മളും കാട്ടേണ്ടത് എന്നാണ് ഈസ്റ്ററിലൂടെ ഈശോ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒഴുക്കിനെതിരെ ഒറ്റയ്ക്കാണെങ്കിലും നീങ്ങി കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു നീന്തലിന് നമുക്ക് തന്നെ ഒരു സുഖം തോന്നും. മാത്രമല്ല, ഒരാളെങ്കിലും മനസ്സിലാക്കും അതിന്റെ വില എന്താണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒഴുക്കിനെതിരെ നമ്മുടെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നീന്തുന്നുണ്ടെങ്കിൽ അത് തുടരുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാഥനും നിങ്ങളുടെ നേതാവുമായ ഈശോ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അതാണ് ഈസ്റ്ററിന്റെ സന്ദേശം. നമ്മുടെ യഥാർത്ഥമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ മാതൃകയിൽ, പുതിയ വഴിയിലൂടെ ചരിക്കുക. നിങ്ങൾക്ക് പിറകില് ഏറ്റവും അധികം ജീവിക്കാനായിട്ട് നിങ്ങളുടെ നേതാവ് തന്നെ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സന്ദേശം മറ്റൊന്നുമല്ല. ഈസ്റ്റർ ഒരു ഫെസ്റ്റിവലാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്, ഒരു പുതിയ മൂല്യങ്ങള് സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഘോഷത്തിന്റെ ഒരു ദിവസമാണ്. ഒരു പുതിയ ആരംഭം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം. അതുകൊണ്ട് ദുഃഖങ്ങളും സഹനങ്ങളും മാറ്റിവെച്ച് പുതിയ ഒരു ലോകത്തിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന മനോഹരമായ ഈ ഒരു ഈസ്റ്റർ സമയത്ത് എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യുദ്ധങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും എല്ലാ കെടുതികളുടെയും ഒക്കെ നടുവിൽ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ സമാധാനം നിറഞ്ഞ ഒരു പുതിയ ലോകത്തിന് വഴി തെളിയുന്നു എന്നുള്ള ഒരു പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യാശ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാതൃകയായ ഈശോയെ
ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഈസ്റ്റർ നമുക്ക് ആഘോഷിക്കാം. മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ഈസ്റ്ററായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മലയാള ജാലകം ഏവർക്കും മനോഹരമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. ഇത് ബിസ്മി പാലാട്ടി, മലയാള ജാലകം ഓൺ 88.9 FM. അപ്പൊ നമുക്ക് എന്തായാലും മറ്റു പാട്ടുകളും ഈശോയുടെ സ്നേഹം നിറഞ്ഞ കുറെ നല്ല ഗാനങ്ങളും കേട്ട് തിരിച്ചു വരാം.